അപ്പം ഞാൻ തുടരും മൂവിയുടെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇന്നലെയാണ് മൂവി കണ്ടത്. അതിൽ മാത്രമേ എനിക്കൊരു ചെറിയ സങ്കടമുള്ളൂ. കുറച്ച് നേരത്തെ ഞാൻ മൂവി കാണണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്കെന്താ പറയുക, മോഹൻലാലിൻ്റെ എന്താ പറയുക, ആ കംപ്ലീറ്റ് എന്നുള്ള ഒരു സംഭവം കിട്ടിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ മൂവി കാണുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് ട്രോൾസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ എന്താ പറയുക, ഒരു ടിപ്പിക്കൽ മോഹൻലാൽ മൂവി അല്ലെങ്കിൽ എന്താ പറയുക, മോഹൻലാലിന്റെ പഴയ കുറേ മൂവീസിന്റെ ഒരു ഇത് അത്ര വർത്ത് ആയിട്ട് തോന്നിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വർത്ത് വാച്ചിങ് എന്നുവെച്ചൊരു ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് കമ്പയറിങ്, ബട്ട് എമ്പുരാൻ കണ്ടപ്പോൾ എനിക്ക് ഇത്രയും ഫീൽ ഒരു ഇത് കിട്ടിയില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ ഒരു മൂവിയിൽ കുറേ ഇമോഷൻസ് ഒക്കെ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ലാലേട്ടൻ ചെറുതായിട്ടൊന്ന് സങ്കടപ്പെടുന്ന ഒരു സീനൊക്കെ വരുമ്പോൾ ശരിക്കും അതൊക്കെ പെട്ടെന്ന് നമ്മളിൽ എത്തുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഫാനായി പോയ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. പിന്നെ ഇതിൽ ആ ഒരു വില്ലൻ ശരിക്കും ലാലേട്ടൻ്റെ കട്ടയ്ക്ക് നിന്നോ അല്ലെങ്കിൽ ഒരു പൊടിക്ക് മുകളിൽ നിന്നോ എന്ന് പറയേണ്ട ഒരവസ്ഥയായിപ്പോയി. പുള്ളി അടിപൊളി. കാരണം ആ ഒരു ആക്ടിങ് ലെവൽ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വന്ന് എൻ്റെ കയ്യിൽ ഇപ്പം കിട്ടിയിരുന്നെങ്കിൽ എന്ന ആ ഒരവസ്ഥ വന്നു. അതുപോലെ തന്നെ മറ്റൊരു പോലീസ് നമ്മുടെ പപ്പു ചേട്ടൻ്റെ മകനെ ഞാൻ പേര് വിട്ടുപോയി. പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു കോംബോ മോഹൻലാൽ, ശോഭന, അതിനൊരു എന്താ പറയാ, ഒരു ഹൈപ്പ് കൊടുത്ത ആ ഒരിൻ്റെ അത്രയും വന്നില്ലെങ്കിലും അടിപൊളിയായിരുന്നു. നല്ലൊരു ഫാമിലി, പെട്ടെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ ആ പണ്ടത്തെ ലാലേട്ടൻ്റെ ആ ഒരു ചിരിയും സ്റ്റൈലും, എനിക്ക് ആ ഒരു ഫൈറ്റ് സീനിൽ നമ്മളുടെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു ആട് തോമയിലാണോ ഇങ്ങനെ കൈ കുത്തിയിട്ട് ഇങ്ങനെ ചാടുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് ഈ ഒരു ഏജിലും പുള്ളി എത്ര സ്മൂത്തായിട്ടാണ് ചെയ്തത്. ശരിക്കും നമുക്ക് പുള്ളിയുടെ ടാലൻറ്റ് പറയാതിരിക്കാൻ പറ്റില്ല. അമേസിങ് ആണ് ഡാൻസും. ഈ ഒരു ആ ഒരു കൊണ്ടാട്ടം എന്നുള്ള സോങ് ശരിക്കും ആ മൂവിയിലില്ല. അവരത് കുറച്ച് കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്തത്. പക്ഷെ ആ ഒരു സോങ് കൂടെ എനിക്ക് തിയേറ്ററിൽ കാണണം എന്നുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ അടിപൊളി ഡാൻസും അതിന് ലാലേട്ടൻ്റെ കോംബോ ആയിട്ട് വരുന്ന എം.ജി. ശ്രീകുമാർ സാറിൻ്റെ ആ ഒരു വോയിസും അടിപൊളിയായിരുന്നു. സോ എനിക്ക് പറയാനുള്ളത് സൂപ്പർ മൂവിയായിരുന്നു. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. കാരണം ഒരിക്കലും നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു എമൗണ്ട് വേസ്റ്റ് അല്ല. അതിൽ കുറച്ച് കൂടിപ്പോയാലേ ഉള്ളൂ. കാരണം ഈ ഒരു ടൈമിൽ ആ ഒരു മൂവി സൂപ്പർബായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ നിങ്ങൾക്ക് എന്താണ് പേഴ്സണലി ഫീൽ ചെയ്തതെന്നുള്ളത് പറയാം. കാണാത്തവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ആൻഡ് പോയി കാണുക. അത്രയേ ഉള്ളൂ. ബൈ.